ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഈ ഒരൊറ്റ ചെറിയൊരു കുഞ്ഞു വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള 2ാമത്തെയും 5ാമത്തെയും ചാപ്റ്റേഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. മക്കളെ, ഇത്രേ ഉള്ളൂ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ന്യൂ നമ്പറുകൾ തമ്മിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, അഥവാ കൂട്ടാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. 2ാമത്തെ പോയിന്റ്, പുതിയ സംഖ്യകൾ ഒരിക്കലും തമ്മിൽ മൈനസ് ചെയ്യാനും പറ്റില്ല, ഒരിക്കലും ഇങ്ങനെ എഴുതരുത്, ഇതും തെറ്റാണ്. ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. 3ാമത്തെ കാര്യം, 2 നമ്പറുകൾ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ തമ്മിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് 2 into 3 ദാറ്റ് ഈസ് റൂട്ട് 6. ഇത് ശരിയാണ്. ഇതേപോലെ റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്ന് പറയുന്നതും റൂട്ട് ഓഫ് 2/3 എന്ന് പറയുന്നതും ശരിയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളതൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാണുന്ന 4 പോയിന്റ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. മക്കളെ, ഇത് ആദ്യത്തെ കോൺസെപ്റ്റാണ്. ചിത്രത്തിൽ ABCD BPQD ഇവ ഒരു സമചതുരങ്ങളാണ്, അഥവാ ഇത് രണ്ടും സ്ക്വയറുകളാണ്. ഓക്കെ, സമചതുരം BPQയുടെ പരപ്പളവ് എത്ര? നമുക്കറിയാം, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ BD into BD. BD സ്ക്വയർ ആണ്, ഇതല്ല കേട്ടോ, BD സ്ക്വയർ ആണ്. അതെങ്ങനെയാണ് കിട്ടുക? BD സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് ആണ്. BD സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. സോ BD സ്ക്വയർ എന്താണ്? 2 ആണ്. അപ്പം ഈ കാണുന്ന ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2. അപ്പം അടുത്ത ചോദ്യം, BDയുടെ നീളം എത്ര? ഇതിൻ്റെ നീളം എത്രയാണ്? BD എന്ന് പറഞ്ഞാൽ റൂട്ട് 2. ആൻസറായി. ഇത്ര പഠിച്ച 2 മാർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര സിമ്പിളായിട്ടാണ് ആ 2 മാർക്ക് നിങ്ങൾ വാങ്ങിയത് എന്ന്. പൈതഗോറസ് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും, വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ആ മാർക്ക് വാങ്ങാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയ മക്കളെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ്. ദ സ്ക്വയർ ADEF, നോക്കൂ മക്കളെ, ADEF ഈസ് ഡ്രോൺ ഓൺ ദി ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 meter. ഒരു സമഭുജ ത്രികോണം, എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ കാണുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി അല്ലേ? ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ 60 ഡിഗ്രി. ഓക്കെ, ഇനി ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിലോ 2 സൈഡും 45 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ 2 സൈഡും 45 അല്ലെങ്കിൽ 30, രണ്ടും 30 ആവാം. 45 തന്നെ ഒന്നുമില്ല, 30 ഡിഗ്രി ആവാം. 40 രണ്ട് സെയിം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. ഓക്കെ മകളെ, ശ്രദ്ധിച്ചോളൂ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് DC? DCയുടെ നീളം എത്ര? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇതൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. സോ ഇത് 2, ഇത് മൊത്തം 2 ആണെങ്കിൽ DC നീളം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഒന്നാമത്തെ ആൻസർ ആയിട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ADEF. ഈ കാണുന്ന സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് AD സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുന്നു. AD സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അതായത് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. സമം എത്ര കിട്ടുന്നു? 4 - 1 സമം 3. സോ AD ഈക്വൽ ടു റൂട്ട് 3. ADയുടെ നീളം എത്രയാണ്? റൂട്ട് 3 ആണ്. റൂട്ട് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൂട്ട് 3 സെൻറ്റിമീറ്റർ. ADയുടെ നീളം റൂട്ട് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ABC. ABC എന്ന് പറഞ്ഞ ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം ഹാഫ് BH ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് അഥവാ പാദം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ 2 ഇൻറ്റു ഉയരം എന്ന് പറഞ്ഞാൽ റൂട്ട് 3. സോ 2 വെട്ടിയാൽ എന്ത് കിട്ടും? റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. റൂട്ട് 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്താക്കരുത്, മിസ്സാക്കരുത് കേട്ടോ. സോ യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടി വേണോ? ഒരു കിഡ്ലം ക്വസ്റ്റ്യൻ കൂടി വേണോ? യെസ്, ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു കിഡ്ലം ക്വസ്റ്റ്യൻ ആണ്, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ആർ √8 സെൻറ്റിമീറ്റർ ആൻഡ് √2 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ √8ഉം √2 ആണ്. ഒന്നാമത്തെ ചോദ്യം, ഇതിൻ്റെ പെരിമീറ്റർ എത്ര അഥവാ ചുറ്റളവ് എത്ര? മക്കളെ വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് അല്ലേ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതിന് ആൻസർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം മക്കളെ. ഇതിന് ആൻസർ ഇത്രേ ഉള്ളൂ, 2 ഇൻറ്റു √8 എന്ന് പറഞ്ഞാൽ എന്താണ്? √8 എന്ന് പറഞ്ഞാൽ മക്കളെ അറിയാത്ത ആളുകൾ എഴുതിച്ചോളൂ, √4 ഇൻറ്റു 2 ആണ്. √4 ഇൻറ്റു √2 സമം 2√2. അപ്പോൾ √8 എനിക്ക് 2√2 എന്ന് എഴുതാം, √2 വെറും √2 എന്ന് എഴുതാം. √8 2√2 എന്നും √2 2√2 എന്ന് എഴുതാം. അപ്പോൾ എന്തായി? 2 ഇൻറ്റു 3√2. ഓക്കെ, നമ്മൾ ഏകദേശം 10:17 ഈ വീഡിയോ എടുക്കുന്നത്. രാത്രി 10:17 നിങ്ങളുടെ ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഏത് ലെവലിൽ ചോദ്യം വന്നാലും നിങ്ങൾ ആൻസർ ചെയ്താൽ പറ്റണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ റെക്കോർഡ് വീഡിയോകളൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത്രയധികം റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ കാണുന്ന ടീച്ചേഴ്സൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിസൾട്ടാണ്. ചോദ്യ പേപ്പർ കിട്ടുന്ന സമയത്ത് ഓരോ ചോദ്യങ്ങൾ കാണുന്ന സമയത്തും ആ ടീച്ചേഴ്സിൻ്റെ മുഖങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനും കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. സോ അപ്പോൾ ഈ കാണുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു √3 3√2 ആണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഗുണിക്കാം. 2 ഇൻറ്റു 3 പറഞ്ഞാൽ 6√2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഇതിൻ്റെ പരപ്പളവ് ഒരു പണിയുമില്ല, നീളം ഇൻറ്റു വീതി സമം √, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 8 ഇൻറ്റു 2 √16 സമം 4 ആണ്. √16 എത്രയാണ്? 4 ആണ്. ഓക്കെ, √16 എത്രയാണ്? 4 ആണ്. സിമ്പിൾ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യനും കൂടി മക്കളെ ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. ഇതിൻ്റെ വികർണത്തിൻ്റെ നീളം. മക്കളെ ഇത് ഞാനൊരു പേര് കൊടുക്കുകയാണ്, ABC. ശ്രദ്ധിക്കട്ടോ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പൈതഗോറസ് തിയറം പ്രകാരം ഞാൻ ഈ ആൻസർ എഴുതാൻ പോവാണ്. ABC. ഈ കാണുന്ന നീളം √8, ഈ കാണുന്ന നീളം √2. മക്കളെ പൈതഗോറസ് തിയറം പ്രകാരം നിങ്ങൾക്കറിയാം AC എന്ന് പറഞ്ഞാൽ √ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലേ? എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. √8 സ്ക്വയർ 8, √2 സ്ക്വയർ 2 സമം √10 ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. √10. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ നമ്പറുകൾ തമ്മിൽ കൂട്ടാനും, കുറേ നമ്മൾ കുറയ്ക്കാനും, കുറേ നമ്മൾ ഡിവൈഡ് ചെയ്യാനും, കുറേ നമ്പറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനൊക്കെ തന്നെയാണ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, ഈ ചാനൽ നിങ്ങളെല്ലാവരും അടിപൊളിയാക്കുക. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഇന്നത്തെ ലൈവിൽ വരണം. നമുക്ക് 50K അടിക്കണം, മിനിമം പൊളിക്കണം. ബൈ.